കുറുവക്ക് വരാനായിട്ട് 2 റൂട്ടുണ്ട്. അത് പുൽപ്പള്ളി റൂട്ട് കയറി തന്നെ വരിക. പുൽപ്പള്ളി റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേകാടി റൂട്ടിലുള്ള കുറുവയിൽ വേണം വരാനായിട്ട്. ഓർത്ത് വെക്കുക, ചേകാടി റൂട്ടിലുള്ള കുറുവ, ഗേറ്റ് നമ്പർ 1. സോ ചേകാടി റൂട്ട് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാനനപാതയാണ്. അത് നിങ്ങൾ മിസ്സാക്കരുത്. ഇത് കവർ ചെയ്താണ് കുറുവയിലോട്ട് വരുന്നത്. പുൽപ്പള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിമൽ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള ഏരിയയാണ് ചേകാടി. എസ്പെഷ്യലി ആനകൾ സമയം നല്ലതാണെങ്കിൽ നിറച്ച് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചേകാടി റൂട്ട് പിടിച്ച് കുറുവ വരിക, ഓർത്ത് നോക്കുക. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറുവാദ്വീപിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇത് കൃത്യമായിട്ട് കേട്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട്. കുറുവയിൽ 1 ഡേ ആകെ 240 പേരുടെ എൻട്രി മാത്രമേ അനുവദിക്കുന്നുള്ളൂ. സോ വീക്കെൻഡ് ടൈമിലൊക്കെ ആണെങ്കിൽ നോർമലി നല്ല ക്രൗഡഡ് ആണ് ഈ ഏരിയകൾ. അത് കാലത്ത് തന്നെ ഏറെക്കുറെ ഉച്ചക്കുള്ളിൽ തന്നെ ടിക്കറ്റ് തീർന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ നിങ്ങൾ കുറുവയിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ തന്നെ കാലത്ത് തന്നെ വരാൻ ശ്രമിക്കുക. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ കുറുവ കാണാനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് മിസ്സാവും. കുറുവ നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള ടിക്കറ്റ് മിസ്സായാലും 3:30 വരെ ബാംബൂ റാഫ്റ്റിങ്ങിനുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്.